അറിയോ. എല്ലാവർക്കും നമസ്കാരം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വിദ്യാം തതോ ജയമുദീരയേത്. ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട പർവങ്ങളിലെ ചില ഭാഗങ്ങൾ നമ്മൾ മുൻപ് പരിചയപ്പെട്ടു. ഇപ്പം കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായിട്ട്, ഞായറാഴ്ചകളിലായിട്ട് റോയൽ ക്ലബ് ഹൗസിൽ നടക്കുന്ന ഈ ഒരു സംവാദം രൂപേണ നടക്കുന്ന ഈ പരിപാടിയിൽ നമ്മൾ ഭീഷ്മപർവം തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭീഷ്മപർവത്തിൽ ആരംഭത്തിൽ നമ്മൾ വ്യാസരും ധൃതരാഷ്ട്രരും തമ്മിലുള്ള സംവാദത്തെ, എന്താണ് വ്യാസർ ധൃതരാഷ്ട്രരോട് ഈ യുദ്ധമുണ്ടായാൽ ഉണ്ടാകാനിടയുള്ള ദൂരവ്യാപകമായ നാശങ്ങളെ ദുർനിമിത്തങ്ങളായി കണ്ടുകൊണ്ട് ഒരു ഗുരു ശിഷ്യ സംവാദം എന്ന തലത്തിൽ നിന്ന് ഇടയ്ക്ക് അച്ഛനും മകനും എന്ന തലത്തിലേക്കൊക്കെ വൈകാരികമായ തലങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അങ്ങനെ അവസാനം വ്യാസരോട് ധൃതരാഷ്ട്രൻ വ്യാസര് അപേക്ഷിക്കുന്നുണ്ട്, അങ്ങ് ഇടപെട്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റത്തിന് വേണ്ടത് ചെയ്യൂ, അങ്ങയുടെ മകനാണ് ഇതിൻ്റെ ഒറ്റ പ്രശ്നം എന്ന് പറയുമ്പോഴും അതെനിക്കറിയാം, അങ്ങറിയുന്നത് പോലെ ധർമ്മത്തെക്കുറിച്ച് ഞാൻ അറിയുന്നു. യഥാ ഭവാൻ വേത്തി തഥാസ്മി വേത്ത ഭവാ ഭവോ മേ വിദിതോ യഥാർത്ഥവും സ്വാർത്ഥേഹി സമ്മുഹ്യതി താത ലോക മാം ചാപി ലോകാത്മകമേവ വിദ്ധി. അങ്ങ് ധർമ്മത്തെ അറിയുന്നത് പോലെ ഞാനും അറിയുന്നുണ്ട്. പക്ഷേ ഈ സ്വാർത്ഥത കൊണ്ട് ലോകം മുങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനും ആ ലോകത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാനും അതിനനുസരിച്ച് നീന്തി പോകുന്നു. പക്ഷെ അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ്, പാണ്ഡവർക്കും കൗരവർക്കും ഒക്കെ അങ്ങ് കേമനാണ്. പ്രസാദയേ ത്വാം അതുല പ്രഭാവം ത്വം നോ ഗതിർ ദർശയിതാച്ച ധീര. അങ്ങയിലാണ് ഞങ്ങളുടെ ഗതിയും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇതിലൊരു ഇൻഡയറക്റ്റ് വേറൊരു കാര്യമുണ്ട്. അതൊരു കൊളുത്താണ്. ആ കൊളുത്ത് എന്താണെന്ന് പറഞ്ഞാൽ പറയുന്നത് ഈ ശ്ലോകത്തിൽ, കഴിഞ്ഞ ശ്ലോകത്തിൽ ആ കൊളുത്തിനെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറയാൻ സാധിച്ചിട്ടില്ല. അതും ഈ പറഞ്ഞതുപോലെ വിവേക് ഒരു ചോദ്യമൊക്കെ ചോദിച്ചതിൽ നിന്ന് ഇങ്ങനെ രൂപപ്പെട്ടപ്പോൾ വീണ്ടും ഒന്ന് വെറുതെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു കൊളുത്ത് കിടക്കുന്നത് കണ്ടത്. കാരണം അങ്ങയുടെ മകൻ അങ്ങേക്ക് അവനാണ് ഇതിനൊക്കെ കാരണം, അതുകൊണ്ട് അവനെ ഒന്ന് നേരെയാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണല്ലോ ഇദ്ദേഹം പറയുകയാണല്ലോ, പ്രസാദയെ ത്വാം അതുല പ്രഭാവം ത്വം നോ ഗതിർ ദർശയിതാച്ച ധീര നചാപി തേ മത് വശകാമഹർഷേ നചാ ധർമ്മം കർത്തുമിഹാഹി മേ മതി. അതായത് ഇവൻ എനിക്ക് വശംവദനല്ല, എനിക്ക് അങ്ങയെ സന്തോഷിപ്പിക്കണം എന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവൻ എനിക്ക്, എൻ്റെ പുത്രനാണ് ഇവൻ, പക്ഷെ ഇവൻ എനിക്ക് വശപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഈ ധൃതരാഷ്ട്രൻ ആരോടാ പറയണത്? അച്ഛനോടാ പറയണത്. അപ്പൊ അതിൻ്റെ അർത്ഥം ഇൻഡയറക്റ്റ് എന്താണ്? അങ്ങയെ തൃപ്തിപ്പെടുത്തണമെന്നും എനിക്കുമുണ്ട്. അങ്ങയുടെ പുത്രനായിട്ടുള്ള ഞാൻ അങ്ങേക്ക് വശംവദനല്ല, ഞാൻ അങ്ങേക്ക് വശംവദനല്ല. അതുകൊണ്ട് അങ്ങയുടെ ഉപദേശം നിഷ്ഫലമാണ്. എന്നാലും അങ്ങ് ശ്രേഷ്ഠനാണ്, കാര്യങ്ങളൊക്കെ പറയും. ഇതൊരു ഭയങ്കര രസമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ക്ലാസിക് സാധനമാണ് ഈ മഹാഭാരതം എന്ന് പറയുമ്പോൾ. നമ്മുടെ ഇതിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേൽ ഒരു സിനിമ കാണുകയാണെങ്കിൽ ഒറ്റ അടിയല്ലേ, ഒരടിക്ക് ഞാൻ നിന്റെ അച്ഛനല്ലടാന്ന് ചോദിച്ച് അവനെ താഴെ ഇടും. അവൻ അച്ഛനാണെന്ന് മറന്നിട്ട് ഇപ്പുറത്തൊരു ഇടി കൊടുക്കും, പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുള്ളതല്ലേ.
ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഈ കളി ഒളിമ്പിക്കിലൊക്കെ കാണുന്നത് പോലെ പരാജയപ്പെട്ടാലും കൈ കൊടുത്ത് ആലിംഗനം ചെയ്ത് പോകുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയം കൊണ്ട് തന്നെ അതിൻ്റെ വ്യക്തത വരുത്തുന്നു. അതായത് ഓരോ വ്യക്തിത്വങ്ങളും അവരവരെ തുറന്ന് മുൻപിലേക്ക് അവതരിപ്പിക്കുന്നു, അവരുടെ വികാര വിചാരങ്ങളെയും ചിന്തകളെയും ഒക്കെ. അങ്ങനെയാണ് പിന്നെ ഈ അങ്ങയുടെ ഉള്ളിലുള്ള സംശയങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ. എന്താണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ മൂപ്പര് ഇവിടെ വീണ്ടും ഒരു ക്ലോസ് ഉണ്ട് വ്യാസൻ. അത് കഴിഞ്ഞ് അടുത്ത ഇത് ശ്ലോകം വരുന്നത് തന്നെ വ്യാസൻ പറയുന്നതാണ്. എന്താ പറയുന്നത്? വൈചിത്ര്യ വീര്യ നൃപതേ യത്തേ മനസ്സി വിവർത്തതേ അഭിയത്സ്വ യഥാകാമം ചേതാസ്മി തവ സംശയം. അപ്പോഴേക്കും ആശാൻ എന്ത് ഇട്ടു? ഈ പറഞ്ഞ പോലെ വ്യാസര് വിചിത്രവീര്യന്റെ പുത്രനായിട്ടുള്ളവനെ, ഹേ രാജൻ, രാജാവേ, മൂപ്പരുടെ ആ ഇതൊക്കെ അങ്ങോട്ട് ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞു. എൻ്റെ മകൻ എന്നുള്ളതിനെയൊക്കെ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നെ വിചിത്രവീര്യന്റെ പുത്രനായിട്ടുള്ള രാജാവ് എന്ന നിലയിൽ വ്യാസർ അഭിസംബോധന ചെയ്തത്. എന്നിട്ടാണ് പറഞ്ഞത്, അങ്ങയുടെ ഉള്ളിലുള്ള സംശയങ്ങൾ യഥാകാമം, എന്തൊക്കെയാണോ അങ്ങയുടെ ഉള്ളിലുള്ളത് അത് എന്നോട് ചോദിച്ചാലും ഞാൻ അങ്ങയുടെ തവ സംശയം ചേതാസ്മി, ഞാൻ അതിനെ ദൂരീകരിക്കാം. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതിൽ ഈ ഒരു നേരത്തെ പറഞ്ഞ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിട്ടില്ല. ആ ആശയം കൂടെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. കാരണം നമുക്ക് ആ വായനയിൽ നിന്ന് ആ വഴിയിലേക്ക് ഒന്ന് വാതിൽ തുറക്കാവുന്നതാണ്. അത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രൻ വ്യാസരോട് ചോദിച്ചതാണ്. ധൃതരാഷ്ട്ര ഉവാച യാനി ലിംഗാനി സംഗ്രാമേ ഭവന്തി വിജയിഷ്യതാം താനി സർവാണി ഭഗവൻ ശ്രോതുമിച്ഛാമി തത്വതഃ. യാനി ലിംഗാനി, എന്തൊക്കെയാണ്, സംഗ്രാമേ ഭവന്തി വിജയിഷ്യതാം, വിജയിഷ്യതാം യാനി ലിംഗാനി, എന്തൊക്കെയാണ് വിജയത്തിന്റെ ലിംഗങ്ങൾ, അടയാളങ്ങൾ, താനി, അതെല്ലാം, സർവാണി, അതിന് ആ അടയാളങ്ങളെ മുഴുവനായി, ശ്രോതും അഹം ഇച്ഛാമി തത്വതഃ, ഹേ ഭഗവൻ, അല്ലയോ ഭഗവൻ, അങ്ങ് എനിക്ക് അതിൻ്റെ ആ ലക്ഷണങ്ങള്, വിജയത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കേൾക്കണം എന്ന്, അങ്ങയിൽ നിന്ന് കേൾക്കണമെന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും ഈ തത്വതഃ തത്വതഃ എന്നുള്ളത് ഉപയോഗിക്കും. വ്യാസരാണല്ലോ കൃതി രചിച്ചിട്ടുള്ളത്. താത്വികമായി എനിക്ക് അറിയണം എന്നതാണ്. ഈ ഓരോരുത്തരും ഇത് ചോദിക്കുമ്പം താത്വികമായി അറിയണം എന്നുണ്ട്. അപ്പൊ ഈ താത്വികമായി അറിയണം എന്നൊക്കെ എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ അതിൻ്റെ വാച്യാർത്ഥത്തിനപ്പുറത്തൊരു ലക്ഷ്യാർത്ഥമുണ്ട് എന്നതാണ് അതിൽ സൂചന നൽകുന്നത്. അങ്ങനെയാണ് അത് പറഞ്ഞു പോവുക. അതാണ് ഒരു രീതി, വ്യാസരുടെ രീതിയാണത്. നമ്മളിപ്പോൾ രാമായണ, അധ്യാത്മ രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാലും അത് കാണാം. വ്യാസരുടെ രീതി അതാണ്. വാത്മീകി അതല്ല. വാത്മീകി പറയുന്നത് കൃത്യമായി പറയും. മറ്റിടത്ത് എന്താ വാത്മീകിയുടെ എന്ന് പറഞ്ഞാൽ വർണ്ണനകളും കൊണ്ട്, ഭാവനകളെ കൊണ്ട് നമ്മളെ വേറൊരു ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ്. ഓരോ കവിശ്രേഷ്ഠന്മാരുടെ രീതികളാണത്. ഇരിക്കട്ടെ, നമുക്കൊരു എന്താ പറയാ, ഈ രണ്ട് രാമായണങ്ങളുടെ സമാനതകൾ, ഒരു കാര്യത്തെ ഈ രണ്ടുപേർ എങ്ങനെ പറയണു എന്നുള്ളത് കാണാനൊക്കെ ഭയങ്കര രസമായിരിക്കും. അത് നല്ല രസമുള്ള ഒരു പരിപാടിയാണ് അത്. ഏതായാലും ഇവിടെ ഈ ഒരു തത്വതഃ എന്ന് വന്നതുകൊണ്ട് പറയുകയാണ്, വ്യാസരാണ് അതിൻ്റെ ആശാൻ. തത്വതഃ എന്നുള്ള തത്വചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ വ്യാസൻ ഇതിന് മറുപടി പറയുക. മഹാഭാരത രണ്ട് വൃത്തങ്ങളിലാണ്, ഗദ്യവുമുണ്ട്. ഗദ്യം, പദ്യം, ഗാനം നമ്മൾ പറയുന്നത് പോലെ ഇവിടുത്തെ രണ്ട് വൃത്തത്തിൽ ഒന്ന് അനുഷ്ടുപ്പും പിന്നെ തൃഷ്ടുപ്പുമാണ്. അപ്പൊ അനുഷ്ടുപ്പിലാണ് യാനി ലിംഗാനി സംഗ്രാമേ ഭവന്തി വിജയിഷ്യതാം താനി സർവാണി ഭഗവൻ ശ്രോതുമിച്ഛാമി തത്വതഃ. ആ അതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് അനുഷ്ടുപ്പാണ്. ഇവിടേക്ക് വരുമ്പോൾ പിന്നെ ഈ തൃഷ്ടുപ്പ് വൃത്തത്തിലാണ് വ്യാസര്. അത് നമ്മൾ കഠോപനിഷത്തിലൊക്കെ കാണുന്ന ഇതുപോലെ, കഠോപനിഷത്തിൽ ഗദ്യവും ആ പദ്യഭാഗത്ത് വരുന്നതൊക്കെ ഈ തൃഷ്ടുപ്പ് വൃത്തത്തിൽ വരുന്നതാണ്.
വ്യാസ ഉവാച പ്രസന്നഭാ പാവക ഊർധ്വരശ്മി പദക്ഷിണാവർത്ത ശിഖോ വിധൂമ പുണ്യാഗന്ധാശ്ചാഹുതീനാം പ്രവാന്തി ജയസ്യൈതത് ഭാവിനോ രൂപമാഹുഹു. ആ ഒരു മീറ്ററിൽ നിന്ന് മറ്റൊരു മീറ്ററിലേക്ക് വരുമ്പോൾ ചിലപ്പം മറ്റേതിലേക്ക് നമുക്ക് ചാടാൻ കുറച്ച് എന്താ പറയുക സമയമെടുക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ജ്ഞാനയജ്ഞങ്ങളിൽ കുട്ടികളെ കൊണ്ടൊക്കെ ഇത് ചൊല്ലിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ചൊല്ലിയത് ആ മീറ്ററിലേക്ക് വന്നിട്ടില്ല. അത് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഭഗവത്ഗീതയിൽ കാണുന്നില്ലേ, ആപൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. അതുപോലെയാണ് പ്രസന്നഭാ പാവക ഊർധ്വരശ്മി പദക്ഷിണാവർത്ത ശിഖോ വിധൂമഃ പുണ്യാഗന്ധാശ്ചാഹുതീനാം പ്രവാന്തി ജയസ്യൈതത് ഭാവിനോ രൂപമാഹുഹു. ഗംഭീരഘോഷാശ്ച മഹാസ്വനാശ്ച ശംഖാമൃദംഗാശ്ച നനന്തി യത്ര വിശുദ്ധരശ്മിസ്തപന ശശീ ച ജയസ്യൈതത് ഭാവിനോ രൂപമാഹുഹു. ഇഷ്ടാവാച പ്രസൃതാവായ സാമാനാം സമ്പ്രതിസ്ഥാനാം ച ഗമിഷ്യതാം ച യേ പൃഷ്ഠതസ്തേ ത്വരയന്തി രാജൻ യേ ചാഗ്രതസ്തേ പ്രതിഷേധയന്തി. കല്യാണവാച ശകുനാ രാജഹംസാഃ ശുഗാ ക്രൗഞ്ച ശതപത്രാശ്ച യത്ര പ്രദക്ഷിണാശ്ചൈവ ഭവന്തി സംഖ്യേ ധ്രുവം ജയസ്തത്ര വദന്തി വിപ്രാഃ. ഇത്രയും തൃഷ്ടുപ്പ് വൃത്തത്തിൽ അങ്ങോട്ട് വ്യാസര് ശ്ലോകങ്ങളെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. എന്താ പറയുന്നത്? പ്രപന്നഭാ പാവക ഊർധ്വരശ്മി. അതായത് ഇവിടെ ധൃതരാഷ്ട്രൻ ചോദിച്ചത് ജയത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. എങ്ങനെയാണോ ഈ ദുർനിമിത്തങ്ങളെ കണ്ടത്, അതുപോലെ ജയത്തിന്റെ നിമിത്തങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ നിമിത്തങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് അത് വരുന്നത് എന്നാണെങ്കിൽ പറയാണ്, വ്യാസര് പറയാണ്, പ്രസന്നഭാ പാവക ഊർധ്വരശ്മി. പാവകൻ അഗ്നി ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അതിൻ്റെ ഒരു ആരംഭ സൂചകമായി ജ്വലിപ്പിക്കുന്ന അഗ്നി, ഒരു സൈന്യം അതിൻ്റെ അഗ്നി തെളിയിക്കുകയാണ്. അപ്പൊ പാണ്ഡവന്മാരാണ് ആ അഗ്നി തെളിയിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൗരവന്മാരാണ് അഗ്നി തെളിയിക്കുന്നതെങ്കിൽ, ആ അഗ്നി തെളിയിച്ചു കഴിഞ്ഞാലുള്ള അതിൻ്റെ ലക്ഷണം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന്. അപ്പൊ അതിൻ്റെ ആ ലക്ഷണം പറയണം ആദ്യം തന്നെ. എന്താണ്? പ്രസന്നഭാഹ. ആ അഗ്നി നല്ല പ്രസരിപ്പോട് കൂടിയിട്ട് നിർമ്മലമായിട്ടുള്ള ഒരു ഭാവത്തോട് കൂടിയിട്ടുള്ളതായിരിക്കണം. മാത്രമല്ല അതിൻ്റെ രശ്മി, ഊർധ്വ രശ്മി, അതിൻ്റെ പ്രഭ മുകളിലേക്ക് ജ്വാല മുകളിലേക്ക് പോകണം. പദക്ഷിണാവർത്ത ശിഖാവിധൂമ, ധൂമം പുക, വിധൂമ ഒഴിഞ്ഞിട്ടുള്ള, അതായത് പുകയില്ലാത്ത അഗ്നി നല്ല പ്രസരിപ്പോടുകൂടി ജ്വലിച്ച് മുകളിലേക്ക് അങ്ങനെ ഉയർന്നു പൊങ്ങണം. അങ്ങനെ ഉയർന്നു പൊങ്ങുക എന്നത് ആ അഗ്നിയുടെ ലക്ഷണം. ആ സമയത്ത് അവരെന്താണ്, അഗ്നിയിലേക്ക് അർപ്പിക്കുന്ന ചില ഹവിസുകളൊക്കെ ഉണ്ട്. ആ ഹവിസുകളൊക്കെ എന്തിനാണെന്നാണെങ്കിൽ അവിടെ പറയുന്നു, പുണ്യാഗന്ധാശ്ച ആഹുതീനാം പ്രവാന്തി. അവരതിലേക്ക് സമർപ്പിക്കുന്ന ഹവിസുകൾ എന്താണ്? അതിപ്പോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ പല പല ഹവിസുകൾ അതിലേക്ക് അർപ്പിക്കുന്ന സമയത്താണ്, ഇപ്പൊ അഷ്ടഗന്ധമൊക്കെ അതിലേക്ക് ഇടുന്ന സമയത്താണ് ആ അഷ്ടഗന്ധത്തിന്റെ ഓരോന്നിൻ്റെയും സുഗന്ധം പെട്ടെന്ന് തന്നെ അവിടെ കൂടിയിരിക്കുന്നവരിലേക്കെല്ലാം പരക്കുന്നത്. അവരുടെ നാസികയിലൊക്കെ അത് എത്തിച്ചേരും. പുകയായിട്ടല്ല എത്തുന്നത്, ഗന്ധമായിട്ടാണ് എത്തുന്നത്. പുണ്യഗന്ധമായിട്ട് അവരിലേക്ക് പ്രവേശിക്കുന്നു. വായുവിൽ അതങ്ങനെ ലയിച്ച് എല്ലായിടത്തും സമമായി എത്തുന്നു. ഇതാണ് ജയസ്യേതത് ഭാവിനോ രൂപമാഹു. ഇതാണ് ജയത്തിന്റെ ലക്ഷണമായിട്ട് ആദ്യം തന്നെ പറയുന്നത്. നമ്മൾ ചില സമയത്തൊക്കെ കണ്ടിട്ടില്ലേ, ചിലയിടത്ത് ഈ
ഗണപതി ഹോമത്തിനൊക്കെ ആളെ വിളിച്ച് ഗണപതി ഹോമത്തിന് ഇരുത്തി കഴിഞ്ഞ് ഇയാളെ ഗണപതി ഹോമം തുടങ്ങുന്ന പുകയാണ്. വീട്ടുകാരൊക്കെ തന്നെ പുറത്ത് ചാടും. വീട്ടുകൂടലിന് നടത്തിയ ഗണപതി ഹോമമാണെങ്കിൽ അന്ന് എലി പുറത്ത് ചാടില്ല. അതല്ലാതെ വീട്ടിൽ താമസാക്കി ഒരു 4 കൊല്ലമൊക്കെ കഴിഞ്ഞതാണെങ്കിൽ സകല എലിയും പുറത്ത് ചാടും. അജാതി പുകയാണ് മൂപ്പര് ഇടുന്നത്. മൂപ്പര് ഓരോന്ന് അഷ്ടഗന്ധം ഇടുമ്പോൾ മൊത്തം പുകയാണ്. പിന്നെ ഇങ്ങോരും വീശിക്കൊണ്ടിരിക്കുന്നു. അഗ്നി എന്ത് ജമ്മത്ത് അഗ്നി മുകളിലേക്ക് തെളിഞ്ഞു വരില്ല. എന്നിട്ട് വീട്ടുകാരെ കുറ്റം പറയും. എന്തായാലും ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് തന്നെ തോന്നും ഇതൊരു ശരിയായില്ലല്ലോ ഇത്. അപ്പൊ പിന്നെ വീട്ടിലുള്ളവരൊക്കെ തന്നെ പറയാം, അപ്പോഴേ പറഞ്ഞതാ നമുക്കത് അമ്പലത്തിൽ കൊടുത്താൽ അവിടെ നിന്ന് ജയിച്ചാൽ മതിയായിരുന്നു, ഇത് വെറുതെ ഇതൊന്നും, അത് അയാൾ നനഞ്ഞ വിറകിട്ടതുകൊണ്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. എന്തായാലും ഒരു 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 നമ്മൾ മലയാളത്തിൽ നാടൻ ഭാഷയിൽ പറയും, ഒരു വർക്കത്തില്ലാത്ത ഗണപതിയോമായി പോയി എന്ന്. ചില സമയത്ത് കാണാം, ചിലർ അത് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഒരു ഒരു നല്ല ലക്ഷണത്തോടു കൂടി അല്ലാതെ അതങ്ങനെ അത് അവസാനിപ്പിക്കേണ്ടി വരികയാണ്. അങ്ങോർക്കും അത് വേഗം അങ്ങനെ മൂക്കുന്നൊക്കെ ഇങ്ങനെ വെള്ളം, കണ്ണുന്നും മൂക്കുന്നൊക്കെ ഒക്കെ വെള്ളം ഒഴുകി മൂപ്പരുടെ നേരെ പുക വരുമ്പോൾ ഒരു രക്ഷയില്ലാതെ വല്ല പേപ്പറോ മാസികയോ ഒക്കെ എടുത്ത് വീശിക്കൊണ്ട് എങ്ങനെങ്കിലുമൊക്കെ അതിൻ്റെ കഥയെ അവസാനിപ്പിച്ച് ദക്ഷിണയും വാങ്ങി പോണത്. അപ്പൊ അത് എന്തിനു വേണ്ടിയാണോ ചെയ്തത് അത് നല്ലൊരു ശുഭപര്യന്തിയായി അവസാനിച്ചുവോ എന്ന് മഹാഭാരതത്തിലൂടെ നോക്കിയാൽ വ്യാസം പറയുന്നത് അതൊരു ശുഭ സമാപ്തിയല്ല, മറിച്ച് അതൊരു ഒരു ഒരു എന്തോ നമ്മുടെ ഉദ്ദേശം ശരിയായിട്ടില്ല എന്ന് പറയാം. ചിലപ്പോൾ ആ ഉദ്ദേശമേ ശരിയായിട്ടുണ്ടാവില്ല. അങ്ങനെ ചില നിമിത്തങ്ങൾ കാണിക്കും. ഇപ്പൊ നമ്മൾ ഈ ഗണപതി ഹോമം നടത്തുന്നത് തന്നെ നമ്മുടെ വീട്ടുകൂടലിന് അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ നമ്മുടെ സ്വന്തം തൊട്ട് അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ അനുജനാണ്, ജ്യേഷ്ഠനാണ്. അവരെയൊന്നും വിളിക്കാതെയാണ് പുലച്ചയ്ക്ക് തന്നെ ഇയാളെ എന്താ പറയുക, ഈ ശാന്തിക്കാരനെ വരണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ എത്തിക്കോളാന്ന് പറഞ്ഞു, ഇയാൾ എത്താതെ ഇയാളുടെ സ്കൂട്ടർ വഴി കിടക്കുക എന്നൊക്കെ പറഞ്ഞു. അവസാനം ഓട്ടോറിക്ഷയിൽ ഓടിപ്പിടിച്ച് വന്നപ്പോൾ തന്നെ സമയം 7:30 ആയിട്ടുണ്ട്. ഇത് 4:30-5 മണിക്ക് ഇത് തുടങ്ങി 6 മണിയാകുമ്പോൾ തീർക്കണം എന്ന് വിചാരിച്ചത് സൂര്യനൊക്കെ ഉച്ചയിലെത്തിയിട്ടാണ് എത്തിയത്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ദുർനിമിത്തങ്ങളാണല്ലോ. അതിൻ്റെ കാരണം എന്താ? കാരണം നമ്മുടെ മനസ്സിലിരിപ്പിൽ എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. തുടർന്ന് പറയാണ്, ഗംഭീരഘോഷാശ്ച മഹാസ്വനാശ്ച ശംഖമൃദംഗാശ്ച നന്ദതി യത്ര വിശുദ്ധരശ്മിസ്തവനശശീച ജയസ്യേതത് ഭാവിനോ രൂപമാഹു. ഗംഭീരഘോഷാശ്ച, ആ ഘോഷം, ഏത് ശംഖ്, പെരുമ്പറ, ഇതൊക്കെ അത് മുഴക്കുന്ന സമയത്ത് അത് മുഴക്കുന്നവന് അത് മുഴക്കാനുള്ള ഒരു ആനന്ദം അതിങ്ങനെ എന്താണ്, എങ്ങനെയാണോ അതിങ്ങനെ പ്രകമ്പനം കൊള്ളിച്ചത് ഭൂമിയെ, അത് പറയുന്നുണ്ട് ഗീതയിൽ പറയുമ്പോൾ, എന്താ, ആകാശത്തെയും ഭൂമിയെയും കീറി മുറിച്ചുകൊണ്ട് നഭശ്ച പൃഥ്വിയും ചെയ്വ തുമുലോ വ്യനുനാഥയൻ, ഭൂമിയെയും ആകാശത്തെയും കിടിലം കൊള്ളിച്ചുകൊണ്ട് ധൃതരാഷ്ട്ര പുത്രന്മാരുടെ ഹൃദയത്തെ കീറി മുറിച്ചു എന്നാണ്. അപ്പൊ നമ്മൾ ഈ സൈറനൊക്കെ കേൾക്കുമല്ലോ, ചില സൈറനൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ അത് ശബ്ദത്തിന് നമ്മളെ സ്വാന്തനിപ്പിക്കാനും ഭയപ്പെടുത്താനും ഒക്കെ സാധിക്കും. അപ്പൊ ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ ഇവരിത് മുഴക്കുന്നത് ആ ഉദ്ദേശം സബലീകരിക്കപ്പെടുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയാണ് ഗംഭീരഘോഷാശ്ച മഹാസ്വനശ്ച, ആ സൈന്യ ഈ എന്താ പറയാ, വലിയ വലിയ ശംഖും പെരുമ്പറയും ഇതൊക്കെ എടുത്ത് നിൽക്കുന്ന സൈന്യത്തിന്, നിൽക്കുന്ന സൈന്യത്തിനെ പ്രചോദിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ അത്യുച്ചത്തിൽ മുഴക്കുമ്പോൾ അതങ്ങനെ ആരാണ് ഉച്ചിയിലേക്ക് എത്തുന്നത്, ആരുടെ ശംഖുകളാണ് ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്, ആർക്കാണോ ചന്ദ്രന്റെയും സൂര്യന്റെയും പ്രഭ കൃത്യമായി പ്രകാശം ആ സൈന്യത്തിന്റെ ഭാഗത്ത് എത്തിച്ചേരുന്നത്, അത് യാതൊരു തടസ്സവുമില്ലാതെ അവര് ജയിക്കും എന്ന് പറയപ്പെടുന്നു. അവര് ജയിക്കും എന്ന് പറയാം. പിന്നെ ഇഷ്ടാവാച പ്രസൃത വായസാനാം സംപ്രസ്ഥിതാനാം ച ഗമിഷ്യതാം ച യേ പൃഷ്ഠതസ്ത്രേ
ത്വരയന്തി രാജൻ യേ ജാഗ്രതസ്തേ പ്രതിഷേധയന്തി. ഈ ഇഷ്ടാവാച പ്രസൃത വായസാനാം, ഇതൊക്കെ നമ്മുടെ ഈ പഴയ ആളുകൾ ഈ ലക്ഷണങ്ങളായിട്ട് സ്വീകരിക്കാറുള്ളതാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പം കാക്ക വളരെ നല്ല രീതിയിൽ ഒരു ശബ്ദം പ്രകടിപ്പിക്കുക, ഇഷ്ടാവാച, നമുക്ക് ഹൃദ്യമാകുന്നതാണ്. ആ കാക്ക അത് പറയുന്ന സമയത്ത് നമുക്ക് നന്നായി തോന്നുക. അല്ല നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഇതൊരു ഒരു ഒരു എരണം കെട്ട കാക്കയാണല്ലോ എന്ന് തോന്നുമ്പോൾ അതൊരു ലക്ഷണക്കേടാണ്. അപ്പൊ ഇപ്പൊ കാക്ക മധുരമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാക്കയ്ക്ക് 2-3 ടോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാക്ക 2-3 ടോണുകളിൽ സംസാരിക്കാറുണ്ട്. നിങ്ങൾ വളരെ നന്നായി ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാക്കയുടെ കൂട്ടുകാരെ വിളിക്കുന്നത് വേറെ ഒരു രീതിയിലാണ്. അതേസമയം കാക്ക നമ്മളുടെ അടുക്കള ഭാഗത്ത് വന്ന് നമ്മളെ വിളിക്കുന്നത് വേറൊരു രീതിയിലാണ്. ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണേ എന്ന് പറയുന്നത്. ഈ നമ്മളെ എവിടെയെങ്കിലും കണ്ടാൽ തന്നെ ഇതിങ്ങനെ പറന്നു പോണ സമയത്ത് നമ്മളോടൊരു ഹായ് പറയുന്നതുണ്ട്. ഇതല്ലാതെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളോട് അത് ഭക്ഷണം കൊടുക്കുന്ന കാക്കയാവണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ചിലത് പറയും. അതായത് ഇവർക്ക് ചിലത് നമ്മുടെ കാര്യങ്ങളെ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് പൂർവികന്മാര് എന്താ പറയുന്ന ഒരു കാര്യമാണ്. അതിനെ നമ്മൾ അനുവർത്തിച്ച് വരുന്നു. ഇന്നും പഴയ ആളുകളൊക്കെ ഇന്നും അത് നോക്കുന്നവരുണ്ട്. ലക്ഷണമായിട്ട് പല്ലിയെയും കാക്കയെയും ഒക്കെ പശുവിനെയൊക്കെ നോക്കുന്നവരുണ്ട്. ഏതായാലും ഇതൊക്കെ എവിടുന്ന് വന്നതാണ് എന്ന് ചോദിച്ചാൽ മഹാഭാരത കാലത്തിന് മുമ്പ് തന്നെ ഉണ്ട്. മഹാഭാരതത്തിൽ അത് പ്രകടമാക്കുന്നു. അപ്പൊ എവിടുന്നാണ് ഇതൊക്കെ ഇങ്ങനെ വന്നു ചേർന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും കൂടിയാണ് ഇത്. അപ്പൊ കാക്ക ഇഷ്ടാവാച പ്രസൃതമായ സാധനം നമുക്ക് കാക്കയെ പറയുന്നതാണ്. കാക്കകൾ അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു. അത് എന്താണ്? സമ്പ്രതിസ്ഥാനാംച ഗമിഷ്യതാംച, നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വിജയത്തിന്റെ സൂചനയായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ അത് ഏ പൃഷ്ഠതസ്ഥേ ത്വരയന്തി രാജൻ, അത് പുറകിൽ നിന്നും ഇങ്ങനെ നമുക്ക് സന്തോഷിപ്പിക്കുന്ന വാക്കുകളെ ഉണ്ടാക്കും. അതും ഈ വിജയത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ അപ്പൊ കാക്കകളും ഇതിന്റെ ഒരു പങ്കാളികളാണ്, അല്ലെങ്കിൽ കാക്കകളെ നോക്കിക്കൊണ്ട് അത് പറയാൻ സാധിക്കുന്നു. തുടർന്ന് പറയുന്നതാണ് കല്യാണവാച ശകുന രാജഹംസാഹ ശുഗാ ക്രൗഞ്ച ശതപത്രായതശ്ച പ്രദക്ഷിണാശ്ചൈവ ഭവന്തി സംഖ്യേ ധ്രുവം ജയസ്ത്ര വദന്തി വിപ്രാഹ വദന്തി, പണ്ഡിതന്മാർ പറയപ്പെടുന്നു. എന്താണ്? ഇപ്പൊ വ്യാസര് തന്നെ പണ്ഡിതന്മാരെ കോട്ട് ചെയ്യാണ്, പൂർവികന്മാരെ കോട്ട് ചെയ്തുകൊണ്ട് പറയാണ്. എന്താണ്? കല്യാണവാചം എന്ന് പറഞ്ഞാല്, കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം പറയുന്നു എന്നുള്ളതല്ല. മംഗളകരമായ വാക്കുകൾ പരസ്പരം. എന്ത് രസമാണെന്ന് നോക്കി നോക്കൂ. ആരാണ് ഈ മംഗളകരമായ വാക്കുകൾ പറയുന്നത്? ശകുന രാജഹംസ ശുഗാ ക്രൗഞ്ചാഹ ശതപത്രാഹ ച യത്ര. എവിടെയൊക്കെയാണോ ഈ തത്തകള്, അരയന്നങ്ങള്, ക്രൗഞ്ചപക്ഷികള്, മയിലുകള്, ഇവരൊക്കെ ഈ സൈന്യത്തെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് തന്നെ ഇവര് വളരെ മധുരമായി സംസാരിക്കുന്നു. പരസ്പരം അവര് മംഗളകരമായ സംസാരം ഉണ്ടാക്കുന്നു. അപ്പൊ അത് ചില സമയത്ത് അങ്ങനെയുള്ള നല്ല ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അപ്പൊ അങ്ങനെ നല്ല ലക്ഷണങ്ങൾ കാണിക്കുന്ന ഇടത്ത് വിജയം സുനിശ്ചിതമാണെന്ന് വിപ്രാഹ ധ്രുവം ജയസ്തത്ര വദന്തി വിപ്രാഹ. ധ്രുവം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, നിശ്ചയമാണ്. എന്ത്? ജയം. തത്ര ജയ ധ്രുവം, അവിടെ ജയം എന്ന് ആര്? വിപ്രാഹ വദന്തി, ജ്ഞാനികൾ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഹൃഷ്ടാവാചസ്തദാ സത്വം
യോധാനാം യത്ര ഭാരത നമ്ലായന്തി സജശ്ചൈവ തേതരന്തി രണോദധീം. ഇങ്ങനെ സന്തോഷം, ഉത്സാഹം ഇതൊക്കെ ഉണ്ടാക്കുക, അന്യോന്യം സന്തോഷവും ഉത്സാഹവും ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കുക. അവരിട്ട് മാലകളൊന്നും തന്നെ കരിഞ്ഞു പോവാതെ ഇരിക്കുക, അതിനൊക്കെ നല്ല ഒരു ഫ്രഷായിട്ടിരിക്കുന്നത് കാണുക. മാത്രമല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഈ തത്വചിന്തയിൽ താത്വികമായി അറിയണം എന്ന് പറഞ്ഞപ്പോൾ ഇടയിലിടയിൽ ഓരോന്ന് അതും കൊടുക്കുന്നുണ്ട്. ഇഷ്ടാവാച പ്രവിഷ്ടസ്യ ദക്ഷിണ പ്രവിവിക്ഷത പശ്ചാത് സന്ധാരയത്യർത്ഥം അഗ്രേ പ്രതിഷേധിക്കാഹ. ഈ ശത്രുസേനയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇഷ്ടാവാച ഇഷ്ടങ്ങളായിട്ടുള്ള ശുഭകരങ്ങളായിട്ടുള്ള വാക്കുകളാണ് ശത്രുസേനയിലേക്ക് പ്രവേശിക്കുമ്പം സംസാരിക്കുന്നത്. അതാരാണ് അങ്ങനെ ചെയ്യുന്നത്? അതുപോലെ തന്നെ യുദ്ധത്തിലെ കുശലത കാണിക്കുന്നത്, സാമർത്ഥ്യത്തെ കാണിക്കുന്നത്, മുമ്പ് തന്നെ വിജയത്തെ സുനിശ്ചയമായി ഉൾക്കൊള്ളുന്നത് ആരാണ്? ഇതൊക്കെ ആരിൽ കാണുന്നുവോ അവരൊക്കെ യുദ്ധത്തിന്റെ ജയത്തെ നിശ്ചയിച്ചവരാണ്. വീണ്ടും ആ തത്വത്തിന്റെ വഴിയിൽ പറയാ, ശബ്ദരൂപ രസസ്പർശ ഗന്ധാശ്ച വികൃതാശുഭാഹ സദാ ഹർഷശ്ച യോധാനാം ജയതാമിഹ ലക്ഷണം. ജയത്തിന്റെ ലക്ഷണം താത്വികമായി തന്നെയാണല്ലോ ചോദിച്ചത്. ഞാൻ അതിന് ഉത്തരം പറയാം എന്നുള്ള മട്ടിലാണ് ഇപ്പൊ പറയുന്നത്. ശബ്ദരൂപ രസസ്പർശ ഗന്ധാഹ ച വികൃതാഹ ശുഭാഹ സദാ ഹർഷശ്ച യോധാനാം ജയതാം ഇഹ ലക്ഷണം. ഇഹ ജയ ലക്ഷണം. ഇവിടെ ജയത്തിന്റെ ലക്ഷണം ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ശബ്ദം, രൂപം, രസം, ഗന്ധം, സ്പർശം. 5 ജ്ഞാനേന്ദ്രിയങ്ങളും ആ ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും. ഇതില് വികൃതാഹ, ഇതിൽ ആർക്കാണ് വികാരങ്ങൾ ഇല്ലാത്തത്? ഇതിനോട് ആരാണ് സന്ധി പുലർത്താത്തത്? ശബ്ദമാകട്ടെ, രസമാകട്ടെ, സ്പർശമാകട്ടെ, രൂപമാകട്ടെ, ഗന്ധമാകട്ടെ, ഇതിൽ ഇഷ്ടാനിഷ്ടങ്ങൾ പുലർത്താത്ത, അത് ജ്ഞാനിയുടെ അവസ്ഥയാണത്. അതാരാണ്? അതേസമയം സദാഹർഷ, എപ്പോഴും ഉത്സാഹഭരിതരായിരിക്കുന്നത് അവർ യോദ്ധാനാം. അങ്ങനെയുള്ള യോദ്ധാക്കൾ എവിടെയാണുള്ളത്? അവിടെയാണ് ജയമുള്ളത്. അപ്പൊ ഈ യോദ്ധാവിൽ ഇത് ഉണ്ടാകുമോ? അതാണ് നമ്മുടെ ചോദ്യം വരേണ്ടത്. ബാഹ്യമായ ഒരു യുദ്ധം നടക്കുന്നിടത്ത്, യുദ്ധഭൂമിയിൽ ഇങ്ങനെ ഒരാൾക്ക് സാധിക്കുമോ? അപ്പൊ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതും, സാധിക്കുന്നില്ല എങ്കിൽ വേറൊരു യുദ്ധം ഇവിടെ ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയാണ്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വ്യാസര് പറയുകയാണ്, അല്പായാം വാ മഹത്യാം വാ സേനായാം ഇതി നിശ്ചയ ഹർഷോ യോധഗണസ്യേകോ ജയലക്ഷണമുച്യതേ. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പായാം വാ മഹത്യാം വാ. അല്പായാം വ്യാഖ്യാനിക്കേണ്ട തന്നെ ആവശ്യമില്ല. അല്പമാകട്ടെ, വളരെ കുറച്ചാകട്ടെ, ചെറുതാകട്ടെ, മഹത്യാം വാ വളരെ വലുതാകട്ടെ, സൈന്യബലം ചെറുതാകട്ടെ വലുതാകട്ടെ, സേനായാമിതി നിശ്ചയ. എന്താണ് സേന, സൈന്യം ചെറുതോ വലുതോ ആകട്ടെ, ഹർഷോ യോധഗണസ്യേകോ ജയലക്ഷണമുച്യതേ. അതിലുള്ള യോദ്ധാക്കൾക്ക് അവർക്ക് സന്തോഷമുള്ളവരാണോ? യോധഗണ ഹർഷ, അതിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ സന്തോഷവാന്മാരാണ് എങ്കിൽ യുദ്ധത്തിന്റെ അസ്യ ഒരേ ഒരു ലക്ഷണം അതാണ്, ജയലക്ഷണം ഉച്യതേ. ജയത്തിന് അത് വിജയത്തിന്റെ ലക്ഷണം അത് തന്നെ. എന്നാൽ ഏകോ ധീർണോ വാരയതി സേനാം സമഹതീം അപി താം ധീർണാം അനുദീര്യന്തേ യോധ ശൂരതര അപി.
എന്നാൽ സൈന്യത്തിലെ ഒരു യോദ്ധാവ് ഏകോധീർണ വാരയതി, ഒരുത്തൻ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ അവനെ കണ്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ പിന്മാറും. അങ്ങനെ വരുമ്പോഴോ അവരുടെ കാര്യം കഷ്ടമാണ്. അതുകൊണ്ട് ഈ സേന ദുർനിവർത്തിയ തഥാ ചൈവ പ്രഭഗ്ന മഹതീ ചമു അപാമിവ മഹാവേഗ സ്ത്രസ്ഥ മൃഗഗണ ഇവ. അതിനൊരു വ്യാസരൊരു ഉദാഹരണം പറയാം. ദുർനിവർത്തിയ തഥാ ച ഏവ പ്രഭഗ്ന മഹതീ ചമു. ഈ സേന ഓടാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഒരുത്തൻ പിന്മാറിയ പിന്നെ എല്ലാവരും ഓടും. ഓടിക്കഴിഞ്ഞാൽ പിന്നെ അപാം ഇവ മഹാവേഗ, നദി ഇങ്ങനെ കുത്തി ഒഴുകുന്നത് പോലെയാണ്. അല്ലെങ്കിൽ മൃഗഗണ ഇവ, മൃഗങ്ങൾ കൂട്ടം തെറ്റി. ഈ ചില സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, റോഡിലൂടെ ചെമ്മരിയാടിനെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ലോറിയൊക്കെ തലയും വാലില്ലാത്ത ഡ്രൈവർമാരാണെങ്കിൽ വെറുതെ കയറി അങ്ങോട്ട് ഒരു വല്ലാത്ത ഒരു ഹെയർ ഓൺ അടിച്ച് അതിനെയൊക്കെ അങ്ങോട്ട് പേടിപ്പിച്ച് കളയുമ്പോൾ അത് ഛിന്ന ഭിന്നമായിട്ട് അങ്ങോട്ട് ഓടും. പിന്നെ ആ ആൾക്ക് അതിനെ ഒന്ന് കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ ഈ മൃഗങ്ങൾ ഇത് നിയന്ത്രിക്കാൻ ഒരാളെങ്കിലും ഉണ്ട്, താറാവിനെയും ചെമ്മരിയാടിനെയും ഒക്കെ റോട്ടിൽ കൊണ്ടുപോകുമ്പോൾ. ഇവിടെ ഇവര് കൂട്ടം തെറ്റി അങ്ങോട്ട് മൃഗങ്ങൾ ഓടുന്നത് പോലെ, നദി കുത്തി ഒഴുകുന്നത് പോലെ അതങ്ങനെ ഒഴുകും. അതിനെ നിയന്ത്രിക്കാൻ പെട്ടെന്ന് പറ്റില്ല. നൈവ ശക്യ സമാധാതും സന്നിപാതേ മഹാചമൂം ദീർണാമിത്യവ ദീര്യന്തേ സുവിദ്വാംസോപി ഭാരത. ഹേ ഭാരത, അല്ലയോ രാജാവേ, അത് സൈന്യം വിശാലമാണ് എങ്കിലും ഓടാൻ തുടങ്ങിയാൽ പിന്നെ എന്താണ്, അതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് സൈന്യത്തിന്റെ എല്ലാ രഹസ്യം അറിയുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് പോലും സാധ്യമല്ല. ഭീതാൻ ഭഗ്നാംശ്ച സംപ്രക്ഷ്യേ ഭയം ഭൂയോഭിവർദ്ധതേ പ്രഭഗ്ന സഹസാ രാജൻ ദിശോ വിദ്രവതേ ചമു. ഈ സൈന്യം പേടിച്ച് ഓടുന്നത് കണ്ടാൽ പിന്നെ മറ്റുള്ളവ എല്ലാവർക്കും ഭയം തുടങ്ങും. അപ്പൊ പിന്നെ മുഴുവൻ സൈന്യത്തിന്റെ ഉത്സാഹവും നശിച്ച് അവരൊക്കെ ഓടാൻ തുടങ്ങും, സർവവും ഓടും. എന്നിട്ട് ഇതിന്റെ ഏറ്റവും യുദ്ധത്തിന്റെ രഹസ്യത്തെ തന്നെ തത്വചിന്തയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം വ്യാസർ ഇവിടെ പറയുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എന്താണ്? ഉപായ വിജയം ശ്രേഷ്ഠം ആഹുർഭേദേന മധ്യമം ജഗന്യ ഏഷ വിജയോ യോ യുദ്ധേന വിശാംപതേ. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് എന്താ പറയുന്നത്? ഉപായ വിജയം ശ്രേഷ്ഠം ആഹുർഭേദേന മധ്യമം ജഗന്യ ഏഷ വിജയോ യോ യുദ്ധേന വിശാംപതേ. അല്ലയോ രാജാവേ, അതായത് ഈ വിജയത്തിന്റെ ഉപായം ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിച്ചാൽ സാമവും ദാനവുമാണ്. അപ്പൊ ഈ രാജനീതിയിൽ രാജാവ് ഉപയോഗിക്കുന്ന ചതുരുപായങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഈ ചതുരുപായങ്ങളെയാണ് ഇവിടെ വ്യാസര് ധൃതരാഷ്ട്രരോട് പറയുന്നത്. ചതുരുപായങ്ങളിൽ ശ്രേഷ്ഠം സാമവും ദാനവുമാണ്. എന്താണ് സാമത്തിന്റെ താല്പര്യം? സാമത്തിന്റെ താല്പര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിസ്കഷനാണ്. ഈ വട്ടമേശ സമ്മേളനമൊക്കെ സാമത്തിൽ പെടുന്നതാണ്. നമുക്ക് ആ അധികം ചരിത്രത്തിലേക്ക് എന്നാലും നമ്മൾ പറയുകയാണ്, ചില നല്ല നല്ല ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചാൽ അതൊരു നീതിയാണ്. രാജാവ്, അതായത് പ്രധാനമന്ത്രിമാര് അല്ലെങ്കിൽ പ്രസിഡന്റ്, ആരാണോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വിദേശകാര്യമന്ത്രിമാരൊക്കെ ഓരോരോ രാജ്യങ്ങളിൽ പോയി വളരെ നല്ല രീതിയിൽ സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക, സൗഹൃദം ഉണ്ടാക്കുക. സാമം എന്ന് പറയുന്നത് തന്നെ അതാണ്. ഉപദേശങ്ങൾ നൽകുക, പരസ്പരം അറിയുക, മനസ്സിലാക്കുക. ഇതാണ് ഒരു വഴി, അതാണ് സാമം. മറ്റേതെന്താണ്? ദാനവും ഉണ്ട്. സാമത്തിന്റെ കൂടെ ഒരു ദാനവും ഉണ്ട്. കാരണം നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും, അത് അവർ മേടിക്കും. അതുപോലെ നമുക്കും ഗിഫ്റ്റ് തരും, നമ്മൾ അത് മേടിക്കും. ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ പല കാര്യങ്ങളുണ്ട്.
ചിലരൊക്കെ ഈ എന്താ പറയുക, ഈ കിട്ടാൻ വളരെ ഈ ആഗ്രഹമുള്ള ആളുകളെ ഈ രാജനീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോ ചാണക്യനൊക്കെ അത് പറയുമ്പോൾ ചാണക്യൻ അതിനെ എടുത്തു പറയും. എന്താ പറയാന്ന് പറഞ്ഞാൽ, ലുബ്ധന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ട്, അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ അവരിങ്ങനെ കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കണം എന്നാണ്. അപ്പൊ ഈ ചില ലൊട്ടിലൊടുക്ക് രാജ്യങ്ങളൊക്കെ ഉണ്ടാവുകയെ വേണമെങ്കിൽ അവർക്ക് നമ്മളെ കുഴപ്പമുണ്ടാക്കാൻ സാധിക്കും. കാരണം എന്താണ്, നമ്മുടെ വിമാനം ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ അവരുടെ അതിർത്തി കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഇവര് വെറുതെ അപ്പൊ ഇവരെ നമുക്കൊന്ന് സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നെ വളഞ്ഞു പോകുമ്പോ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അതിലേറെ ചെലവ് കൂടും. അപ്പോ ഈ ചെലവ് എല്ലാം കൂടെ നോക്കുമ്പോൾ ഇവര് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ചിലർക്ക് കൊടുത്ത് തൃപ്തിപ്പെടുത്തി വെക്കേണ്ടവരുണ്ട്. അപ്പൊ അവരോടൊന്നും ശണ്ടയ്ക്കൊന്നും പോവാതെ ഈ 2 ഉപായങ്ങളാണ്, ചതുരുപായങ്ങളിൽ സാമവും ദാനവും കൊണ്ട് നേടുന്ന വിജയമാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നു. എന്നാൽ ഭേദേന മധ്യമം, മൂന്നാമത്തതാണ് ഭേദം എന്ന് പറഞ്ഞാൽ. ഈ ഭേദം എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പിക്കുക എന്നതാണ്, ഭിന്നിപ്പിച്ച് ഭരിക്കലാണ്. അതത് രാജ്യങ്ങളിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ കയറി സഹായിക്കുക, അല്ലെങ്കിൽ ആ കുഴപ്പത്തിന് എരിവും പുളിയും കൂട്ടാൻ വേണ്ടുന്ന മരുന്നുകളൊക്കെ ഇട്ടുകൊടുക്കുക. അത് ശ്രേഷ്ഠമല്ല, അത് മധ്യമം എന്നാ പറയുന്നത്, അത് ശ്രേഷ്ഠമല്ല. ദണ്ഡം എന്താണ്? ദണ്ഡം എന്ന് പറയുന്നത് അത് ഏറ്റവും അധമമായിട്ടുള്ളതാണ്. അതിലെന്താണ്? അതില് ശത്രുക്കളെ തോൽപ്പിക്കണം. ജഗന്യേഷ വിജയോ യോ യുദ്ധേന വിശാംബത്തെ, അതിൽ രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാവും രാജാവേ. അത് അത്ര വലിയ നല്ല കാര്യമല്ല എന്ന് പറയാം. അപ്പൊ ബാഹ്യ യുദ്ധത്തെ വ്യാസർ നിരാകരിക്കുന്നുണ്ട്. മറിച്ച് ആന്തരികമായി തന്നെ നമ്മളിലെ ഈർഷ്യയും മാത്സര്യമൊക്കെ ഒഴിവാക്കിയാലേ ഈ പുറത്തെ യുദ്ധം അവസാനിക്കുള്ളൂ. അപ്പൊ അതിലേക്കാണ് ഈ സാമവും ദാനവും പറയുന്നത്. ഇനി ആധ്യാത്മിക നിലയിൽ നമ്മളോട് ചെയ്യുന്ന യുദ്ധം വരുമ്പം ഇത് ശമതമാദി ഷഡ്ക സമ്പത്തികളുടെ ഗണത്തിലേക്ക് വരും. അത് നമ്മൾ വേറൊരു മഹാഭാരതത്തിന്റെ പൂർണ്ണമായ തത്വചിന്ത ആലോചിക്കുന്നുണ്ട്. ഇത് എടുത്തു വരുമ്പോഴാണ് നമുക്കതിങ്ങനെ വരുന്നത്. അത് നമുക്ക് ഇതിൽ വരാൻ പോകുന്ന ഭാഗം അതിഗംഭീരമായിട്ട് വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ അത് സഞ്ജയനും വ്യാസരും തമ്മിൽ വരാൻ പോവുകയാണ്. അപ്പൊ ഏതായാലും പറയുന്നു. ഇനി മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ മഹാദോഷ സന്നിപാതസ്ഥ എന്താണ് ക്ഷയ ഉച്യതേ പരസ്പരജ്ഞ സംഹൃഷ്ട വ്യവധൂതതാ സുനിശ്ചിത പഞ്ചാശതപി യേ ശൂര മൃദ്ഗന്ധി മഹതീം ചമൂം അഭിവാപഞ്ച ഷഡ്പസ്തപ്ത വിജയന്ത്യ അനിവർത്തിത. ഈ മഹാദോഷ സന്നിപാത തസ്യാദ്യ ക്ഷയ ഉച്യതേ. ഈ യുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹാദോഷ എന്നാണ്. മഹാദോഷത്തിന്റെ ഒരു കലവറയാണത്. ആ ഒരു ദോഷം കൊണ്ട് മനുഷ്യവംശത്തിന് തന്നെ ക്ഷയം ഉണ്ടാവുന്നു. അതുകൊണ്ട് പരസ്പരജ്ഞാഹ, പരസ്പരം മനസ്സിലാക്കിയവർ ഈ യുദ്ധത്തില് ഇടപെടില്ല. പരസ്പരം അറിയുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, യുദ്ധത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല. യുദ്ധം നല്ലതല്ല എന്നാ വീണ്ടും വീണ്ടും പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് വ്യാസർ എന്ത് ചെയ്തു എന്നാണെങ്കിൽ, ഇത്രയും പറഞ്ഞ് വ്യാസർ അവസാനിപ്പിച്ചു കാര്യങ്ങൾ. മാത്രമല്ല, ഞാൻ മാത്രമല്ല, വൈതനേയോ ഗരുഡ പ്രശംസതി മഹാജനം ദൃഷ്ട്വാ സുപർണോ അപചിതിം മഹത്യാപി ഭാരത. വിനതയുടെ പുത്രനായിട്ടുള്ള ഗരുഡനും ഈ വലിയ ആൾക്കൂട്ടത്തിന്റെ നാശത്തിൽ, കാരണം ഗരുഡനാണല്ലോ ഏറ്റവും മുകളിൽ ഉയർന്നു പറക്കുന്ന ആള്, ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോ താഴെ ഇങ്ങനെ ആളുകളുടെ നാശം കാണുമ്പം ഈ നശിപ്പിച്ചവരുടെ കാര്യത്തിൽ യുദ്ധത്തെ ഗരുഡൻ പ്രശംസിക്കാറില്ല, അതിനെ ആൾക്കൂട്ടത്തെ ഗരുഡൻ പ്രശംസിക്കാറില്ല. അതുകൊണ്ട് ഗരുഡനും അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ആരും
ഈ രക്തച്ചൊരിച്ചിലിനെ ജ്ഞാനികളായിട്ടുള്ളവരൊന്നും പ്രശംസിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് വ്യാസര് അവിടെ നിന്ന് പിൻവാങ്ങി. അടുത്ത അധ്യായം 4-ാം അധ്യായം തുടങ്ങുന്നത് പതിവ് പോലെ വൈശമ്പായനൻ ജനമേജയനോട് പറയുന്നതാണ്. വൈശമ്പായന ഉവാച ഏവമുക്ത്വാ യയൗ വ്യാസോ ധൃതരാഷ്ട്രായ ധീമതേ ധൃതരാഷ്ട്രോപി തത് ശ്രുത്വാ ധ്യാനമേവാന്വപദ്യത. വൈശമ്പായനൻ ജനമേജയനോട് പറയണു, അല്ലയോ ജനമേജയ, ഏവം ഉക്ത്വാ യയൗ വ്യാസോ വ്യാസോ യയൗ ഏവം ഉക്ത്വാ, ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് വ്യാസർ അവിടുന്ന് തിരിച്ചു പോയി. ധൃതരാഷ്ട്രോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ധൃതരാഷ്ട്ര അഭി ധൃതരാഷ്ട്രര് തത് ശ്രുത്വ, അതൊക്കെ കേട്ടിട്ട് ധ്യാനനിരതനായി, ധ്യാനമേവാന്വപദ്യത, ധ്യാനനിരതനായി മൂപ്പരിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും അദ്ദേഹം ധ്യാനനിരതനാവുന്നു എന്നുള്ളത്. അങ്ങനെ ആ ധ്യാനനിരതനായിരിക്കുന്ന ധൃതരാഷ്ട്രൻ തുടർന്ന് പറയാണ്, സമുഹൂർത്തമിവധ്യ ത്വാ വിനിശശ്വസ്യ മുഹുർമുഹു സഞ്ജയം സംശിതാത്മാനം അപൃച്ഛത് ഭരതർഷഭ. സമുഹൂർത്തം അവധ്യ ത്വാ വിനിശ്വസ്യ മുഹുർമുഹു സഞ്ജയം സംശിതാത്മാനം അപൃച്ഛത് ഹേ ഭരതർഷഭ. അങ്ങനെ മൂപ്പരിങ്ങനെ മുഹൂർത്തം കുറച്ചു സമയം ആ ധ്യാനനിരതനായി ഇരുന്ന് സഞ്ജയനോട് ഇപ്രകാരം ചോദിച്ചു. എന്താണ് സഞ്ജയനോട് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത്? സഞ്ജയേ മേ മഹീപാല ശൂരായുദ്ധാഭിനന്ദിന അന്യോന്യം അഭിനിഘ്നന്തി ശസ്ത്രൈരുച്ചാവചൈരിഹ പാർത്ഥിവ പൃഥിവീഹേതോഃ സമഭിത്യജ്യ ജീവിതം നവാശ്യാമ്യന്തി നിഘ്നന്തോ വർദ്ധയന്തി യക്ഷയം ഭൗമൈശ്വര്യമിച്ഛന്തോ ന മൃഷ്യന്തേ പരസ്പരം മന്യേ ബഹുഗുണാ ഭൂമിഃ തന്മാം ചക്ഷസ്വ സഞ്ജയ തന്മാം ആചക്ഷ്വ സഞ്ജയ. നല്ല ചോദ്യമാണ്. മൂപ്പര് വളരെ ദീർഘദർശിയൊക്കെയാണ് ധൃതരാഷ്ട്രൻ. ആ മൂപ്പരുടെ സംശയം ചോദിക്കുകയാണ്. മൂപ്പര് ഉൾപ്പെടുന്ന, ഹേ സഞ്ജയ, ഈ മഹീപാലാഹ, എങ്ങനെയുള്ള ശൂര മഹീപാലാഹ, വീരന്മാരായ ശൂരന്മാരായിട്ടുള്ള ഈ മഹീപാലന്മാര്, ഭൂമിയെ പരിപാലിക്കുന്ന രാജാക്കന്മാര്, യുദ്ധാഭിനന്ദിന, യുദ്ധത്തിനായിട്ട് വന്നു ചേർന്ന് നിൽക്കുകയാണല്ലോ. അന്യോന്യം അഭിനിഘ്നന്തി ശസ്ത്രൈ രുചാവചൈഹി ഇഹ, ഇവിടെ ഇങ്ങനെ സ്വന്തം ജീവിതം സമർപ്പിച്ചുകൊണ്ട്, അതായത് മരണത്തെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ യുദ്ധത്തെ, ഈ ഭൂമിയെ പരിപാലിക്കുന്ന രാജാക്കന്മാര് ഇങ്ങനെ വന്നു ചേർന്നിരിക്കുന്നു. അത് ഇവര് എന്താണ്? പാർത്ഥിവ പൃഥിവീഹേതോഹോ, ഇവർ ഭൂമിയെ പാലിക്കുന്നവരാണ്. എന്നാൽ ഇവർ ഭൂമിക്ക് വേണ്ടിയിട്ടാണല്ലോ യുദ്ധം ചെയ്യുന്നത്, ജീവിതത്തെ ഹോമിക്കുന്നത്. വലിയ വലിയ ആയുധങ്ങളും അതും ഇതും ഒക്കെ എടുത്ത് വരും. ബഹൂനി ച സഹസ്രാണി പ്രയുധാന്യർബുദാനി ച കോട്യശ്ച ലോകവീരാണാം സമേത കുരുജാങ്കലെ. ഈ കുരുജാങ്കലെ, കുരുക്ഷേത്രത്തില് ബഹുവനിച്ച സഹസ്രാണി, അനേകം, ആയിരങ്ങള്, ലക്ഷങ്ങള്, കോടികൾ. സഹസ്രാണി പ്രയുധാനി കോടിയശ്ച, ഇങ്ങനെ ഇവന്മാരെല്ലാം ലോകവീരാണ്, ഈ ലോകത്തിലെ സകല ആൾക്കാർ. അതുകൊണ്ടാ പറയുന്നത്, അന്നത്തെ ലോകം എന്ന് പറയുന്ന എല്ലാവരും ലോകവീരാണാം സമേത,
അവരൊക്കെ അണിചേർന്നു. എവിടെ? കുരുക്ഷേത്ര ഭൂമിയിൽ. ദേശാനാം ച പരീമാണം നഗരാണാം ച സഞ്ജയ ശ്രോതുമിച്ഛാമി തത്വേന യത ഏതേ സമാഗതാഃ. ആ രാജാവേ, അല്ല ക്ഷമിക്കണം, അല്ലയോ സഞ്ജയ, ദേശാനാം ച പരീമാണം നഗരാണാം ച സഞ്ജയ ശ്രോതും അഹം ഇച്ഛാമി തത്വേന യത ഏതേ സമാഗതാഃ. അതുകൊണ്ട് സഞ്ജയ, ഈ ആളുകളൊക്കെ ഈ എവിടെന്നാ ഇവന്മാര് വരുന്നത്? ഈ വലിയ വലിയ വീര യോദ്ധാക്കന്മാരൊക്കെ എവിടെ നിന്നാണ് ഇവർ വരുന്നത്? ആ ആളുകളുടെ വിവരങ്ങളൊക്കെ എനിക്ക് താത്വികമായി അറിയണം എന്നുണ്ട്. അങ്ങ് എങ്ങനെയുള്ള ആളാണ്? ദിവ്യബുദ്ധി പ്രദീപേന യുക്തസ്ത്വം ജ്ഞാനചക്ഷുഷ പ്രഭാവാത് തസ്യ വിപ്രേഹേ ഏഷ വ്യാസസ്യ മിത തേജസ. വ്യാസരുടെ അനുഗ്രഹത്താൽ, അതിതേജസ്വിയായ വ്യാസരുടെ അനുഗ്രഹത്താൽ അങ്ങേക്ക് ദിവ്യമായ ദൃഷ്ടിയൊക്കെ കിട്ടി. ദിവ്യബുദ്ധി പ്രദീപ, ദിവ്യബുദ്ധി കിട്ടിയിട്ടുണ്ട്, ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ജ്ഞാനം കിട്ടിയവനാണല്ലോ. ആ ജ്ഞാനദൃഷ്ടിയിൽ അങ്ങ് പറഞ്ഞു തന്നാലും ഇവരൊക്കെ എവിടെ നിന്നാണ്, ഇവരെക്കുറിച്ച് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു, തത്വചിന്തയിൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ആ പറഞ്ഞ സമയത്താണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി സഞ്ജയനും ധൃതരാഷ്ട്രവും തമ്മിലുള്ള സംവാദമാണ്. വളരെ ജ്ഞാനപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് സഞ്ജയൻ പറയുന്നത്. ചോദിച്ചതും ഇങ്ങനെയൊന്നാണ്. അപ്പൊ ഇവിടെ സാധാരണഗതിയിൽ ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാൻ പോണത് യുദ്ധവീരന്മാരുടെ പേരുകൾ എണ്ണി എണ്ണി പറയും, ഇന്നാളുണ്ട് 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 എന്നൊക്കെയാണ്. അങ്ങനെയല്ല. സഞ്ജയൻ പറയുന്നത് സഞ്ജയ ഉവാച യഥാ പ്രജ്ഞം മഹാപ്രാജ്ഞ ഭൗമാൻ വക്ഷ്യാമി തേ ഗുണാൻ ശാസ്ത്രചക്ഷുരവേക്ഷസ്വ നമസ്തേ ഭരതർഷഭ. മൂപ്പരൊരു നല്ല ഇൻട്രോ കൊടുക്കുകയാണ്. യഥാപ്രജ്ഞം മഹാപ്രാജ്ഞ, എങ്ങനെയാണോ എൻ്റെ പ്രജ്ഞയിൽ അങ്ങനെ തെളിഞ്ഞു വരുന്നത്, എൻ്റെ ബുദ്ധിക്ക് തെളിഞ്ഞു വരുന്നത്, അതിനെ വക്ഷ്യാം, ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. എന്തൊക്കെയാണ്? അങ്ങ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശാസ്ത്രചക്ഷുഹു ഏവ, ജ്ഞാനനേത്രത്താൽ, ശാസ്ത്രത്തിന്റെ ചക്ഷുസ് കൊണ്ട്, വേദക്കണ്ണുകൊണ്ട്, ജ്ഞാനനേത്രം കൊണ്ട് ഇതിനെ അങ്ങ് മനസ്സിലാക്കിയാലും, ശാസ്ത്രദൃഷ്ടിയ അങ്ങ് ഈ കാര്യങ്ങളെ നോക്കിക്കാണണം എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സഞ്ജയൻ ഭൂമിയുടെ മഹത്വത്തെ, എന്താണ് ഭൂമി, എന്തൊക്കെയാണ് ഭൂമിയിലുള്ളത്, കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ദ്വിവിധാനീഹ ഭൂതാനി ചരാണി സ്ഥാവരാണി ച ത്രസാനാം ത്രിവിധാ യോനി അണ്ഡ സ്വേദ ജരായുജാഹ. ഹേ രാജൻ, അങ്ങ് ആദ്യം മനസ്സിലാക്കേണ്ടത് ദ്വിവിധാനിഹ ഭൂതാനി, ഈ ഭൂമിയിൽ രണ്ട് തരത്തിലാണ് ജീവജാലങ്ങൾ. ഭൂതാനി ചരാണി സ്ഥാവരാണി ച, അതില് ചരിക്കുന്നതുണ്ട് ചരിക്കാത്തതുണ്ട്. സ്ഥാവരങ്ങളുണ്ട് ജംഗമങ്ങളുണ്ട്. സ്ഥാവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇളകാത്തത്, ജംഗമങ്ങൾ ഇളകുന്നത്. അതിൽ പറയാം ത്രസാനാം ത്രിവിധാ യോനി, ഇവരുടെയൊക്കെ യോനി, പ്രഭവം, കടന്നുവരവ് എന്ന് പറയുന്നത് മൂന്നാണ്. അണ്ഡ സ്വേദ ജരായുജം, അണ്ഡജം സ്വേദജം ജരായുജം. ഇതാണ്. ഇത് ഏതിന്റെ കാര്യത്തിലാണ്? ത്രസാനം ഖലു സർവേഷാം ശ്രേഷ്ഠ രാജൻ ജരായുജാഹ ജരായുജാനാം പ്രവര മാനവ പശവശ്ചയേ. നോക്കൂ, ഈ ഇതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ചിലപ്പോ 10 മണിയുടെ ഒരല്പം, അല്ല ക്ഷമിക്കണം, അവിടത്തെ നമ്മൾ നിശ്ചയിച്ച 1 മണിക്കൂറിൽ നിന്ന് 8 മണിയുടെ അതിൽ നിന്ന് ഒരല്പം കടക്കാൻ, ഇപ്പൊ തന്നെ 8:30 ആയല്ലോ.
അപ്പൊ ആ 8:30-യിൽ നിന്ന് ഒരല്പം കൂടി കടന്ന് ഒരു 9 മണിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സദയം നിങ്ങൾ നമ്മളോട് ഈ ആശയം ഇവിടെ നിന്ന് നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. അത് മുന്നോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് നിർത്തുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിർത്തണം. ഇതിലേക്ക് തുടങ്ങുകയാണ്, ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് തോന്നുന്നത് ഇവിടെ നിർത്തുമായിരിക്കും നല്ലതെന്നായിരിക്കും. അടുത്ത ഭാഗം ഇതിന്റെ മർമ്മപ്രധാനം എന്ന് പറഞ്ഞാൽ അതിഗംഭീര. നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. ഓ, എന്തൊരു ഈ പലരുടെയും ധാരണ എന്താണെന്നറിയും, മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പെണ്ണിനെ തുണി അഴിച്ചു എന്തോ ഭൂമിക്ക് വേണ്ടി അടികൂടിയ ഒരു കേസാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്തൊരു നിരീക്ഷണമാണ് വ്യാസര് ഈ പ്രപഞ്ചത്തെ കുറിച്ച് നടത്തുന്നത്. സഞ്ജയനിലൂടെ സഞ്ജയൻ ഒരു ജോഗ്രഫിയുടെ പ്രൊഫസറാണോ, ബയോളജി ആണോ, സുവോളജി ആണോ, ആസ്ട്രോളജി, ആസ്ട്രോണമി, സകലതിന്റെ ഉസ്താദാണ്. മൂപ്പരിങ്ങനെ ഓരോന്നിനെങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ അന്തം വിട്ട് കുന്തം പോയ പോലെ നിൽക്കും. കാരണം ഇപ്പോഴും നമ്മൾ ആ ഏരിയയിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഇനി വിസ്തരിക്കാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് സ്വാമിജി ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നത് സ്വാമിജി അത് പറഞ്ഞു നിർത്തുന്നതാവും നല്ലതെന്നാണ് എന്റെ ഒരു തോന്നൽ. അല്ല, കുറച്ച് മുന്നോട്ടേക്ക് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മുന്നിലേക്ക് പോകും. അല്ല, കുറച്ച് മുന്നോട്ട് പോയാലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ആ കണ്ടിന്യൂഷൻ ഇല്ല. കുഴപ്പമില്ല. പ്ലീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ റെഡി, നമ്മൾ പോവാം. അപ്പോ സഞ്ജയൻ പറയുന്നു, അല്ലയോ രാജാവേ, ഭൂമിയില് ദ്വിവിധാനീഹ ഭൂതാനി ചരാണി സ്ഥാവരാണി ച ത്രസാനാം ത്രിവിധായോനി അണ്ഡ സ്വേദ ജരായുജാഹ. ഇവിടെ അണ്ഡജം, സ്വേദജം, ജരായുജം ഇങ്ങനെ പറഞ്ഞ് അതെന്തിന്റെ കാര്യത്തിലാണ്? ജംഗമങ്ങളുടെ കാര്യത്തിലാണ്. ത്രസാനാം ഖലു സർവേഷാം ശ്രേഷ്ഠ രാജൻ ജരായുജാഹ ജരായുജാനാം പ്രവര മാനവ പശവശ്ചയേ. അപ്പോ ഈ സകല ജംഗമങ്ങളായിട്ടുള്ള, അതായത് ഇളകുന്ന, ത്രാസാനാം കലു, ഈ 3 എണ്ണത്തില് സർവേഷാം ശ്രേഷ്ഠ, ഇതിൽ ഈ ഇളകുന്ന കൂട്ടത്തിൽ ആരാണ് ശ്രേഷ്ഠന്മാര് എന്ന് ചോദിച്ചാൽ മനുഷ്യരും മൃഗങ്ങളും അടങ്ങുന്ന ജരായുജങ്ങളാണ് ശ്രേഷ്ഠങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ നമുക്കുള്ള ശ്രേഷ്ഠ പദവി, അതേ ശ്രേഷ്ഠ പദവി മൃഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏത് കാലത്താണെന്ന് ആലോചിച്ച് നോക്കണേ. അവരേത് ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്നാ? ശ്രേഷ്ഠ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത് മൃഗങ്ങളെ, വേറെ ഏതെങ്കിലും തല്ലിപ്പൊളി ഗണത്തിലല്ല. തുടർന്ന് പറയാ, നാനാ രൂപധരാ രാജന് തേഷാം വേദാശ്ചതുർദശ വേദോക്ത പൃഥിവീ പാല യേഷു യജ്ഞ പ്രതിഷ്ഠിതാഹ. നാനാ രൂപധരാ രാജന്, അല്ലയോ രാജന്, രാജാവേ, തേഷാം, അവയ്ക്ക് നാനാരൂപധര, അവ പല ആകൃതിയിലുണ്ട്. പല ആകൃതിയിലാണ് ഇവന്മാരുള്ളത്, ഈ ജീവജാലങ്ങളൊക്കെ. തേഷാം ഭേദ ചതുർദശ, ഇതിന്റെ ഭേദങ്ങള്, ഇതിലെ വ്യത്യാസങ്ങള്, ചതുർ 4, ദശം 10. അപ്പൊ ചതുർദശ എന്ന് പറഞ്ഞാൽ 14 വേദോക്ത, വേദത്തിൽ ഇവരെ 14 ഗണങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 14 ഗണങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. 14 ഗണങ്ങൾ ഇവിടെ പറയും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇതിൽ പെടാത്ത കുറെ ഉണ്ട് നമുക്കറിയാം. പക്ഷെ ഈ ഗണം തിരിച്ച സമയത്ത് ഈ 14 ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. വേദോക്ത പൃഥിവീ പാല യേഷു യജ്ഞ പ്രതിഷ്ഠിതാഹ, പൃഥ്വി പരിപാലിക്കുന്ന ഹേ രാജന്, അത് ഇതൊക്കെ തന്നെ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ പരസ്പര സഹകരണത്തിൽ നിലകൊള്ളുന്നതാണ്. അതാണ് ഇതിന്റെ ശ്രേഷ്ഠത. അത് ഗീതയിൽ ഇത് തന്നെയാണല്ലോ, ഇതിൽ നിന്നാണല്ലോ ഗീത വരുന്നത്. അവിടെയാണ് പറയുന്നത്, സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമതുഗ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ തുടർച്ചയാണ്. ഇതേ പർവം തന്നെയാണല്ലോ. അപ്പൊ അതും നമുക്കത് ഓടിച്ചു തന്നെ പോകണം, എന്നാലേ ശരിയാവുള്ളൂ. ഏത് അവിടെ ഗീത നമുക്ക് ഓടിച്ചു പോവാം. അപ്പോഴാ ഭീഷ്മപർവം മുഴുവൻ കിട്ടുമ്പോൾ ഗീത എന്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുക. ഗീത മാത്രമല്ല, പലതും ഇത് തന്നെ കേട്ടോളൂ. അന്ന് 5000 കൊല്ലം മുമ്പ് എന്ന് പറയുന്ന സമയത്ത് ഉള്ള നമ്മുടെ ജ്ഞാനം എന്തായിരുന്നു എന്ന്, ഈ പ്രകൃതിയെ കുറിച്ചുള്ള ജ്ഞാനം, ഇത് സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടതല്ലേ ഈ ഭാഗങ്ങൾ എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും നമുക്ക് നോക്കാം എന്താണ്.
ഗ്രാമ്യാണാം പുരുഷാശ്രേഷ്ഠാഃ സിംഹശ്ചാരണ്യവാസിനാം സർവേഷാമേവ ഭൂതാനാം അന്യോന്യേനോപജീവനം. തങ്കലിപിയിൽ അടിമരയിടേണ്ടതാണ്. അന്യോന്യം ഉപജീവനം, അന്യോന്യേന ഉപജീവനം. എങ്ങനെ, ആരൊക്കെയാണ് ഇവര്? നമ്മൾ ഈ അരിക്കൊമ്പനെ നാട് കടത്തുന്നവന്മാരൊക്കെ ഇത് 4 അക്ഷരം 4 പ്രാവശ്യം വായിച്ചിരുന്നെങ്കിൽ ഈ നാട് കടത്താനൊന്നും പോവില്ല. അരിക്കൊമ്പനെ നാട് കടത്തുക, കരടി ഇറങ്ങിക്കഴിഞ്ഞാൽ വെടിവെക്കണം എന്ന് പറഞ്ഞിട്ട് കലക്ടറേറ്റ് വളയുക, അതിനെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ മനേകാഗാന്ധിയെ തെറി പറയുക. ഇവർക്കൊക്കെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കുറവുണ്ട്. എന്താണ് പറയണു? ഗ്രാമ്യാണാം പുരുഷാഹ ശ്രേഷ്ഠാഹ. ഗ്രാമ്യവാസികളായിട്ടുള്ള മൃഗങ്ങളിൽ, അതാരൊക്കെയാണ്? അതില് മനുഷ്യൻ എന്ന് പറയുന്ന മൃഗം ശ്രേഷ്ഠനാണ്. മൃഗത്തിന്റെ ഗണത്തിലാണ് മനുഷ്യനെ പെടുത്തിയിരിക്കുന്നത്. കാരണം അതിൽ മനുഷ്യൻ ശ്രേഷ്ഠനാണ്. ഓക്കെ, ഗ്രാമവാസികളിൽ മനുഷ്യൻ ശ്രേഷ്ഠൻ. സിംഹ ച അരണ്യവാസിനാം. അപ്പൊ പണ്ടേ മൂപ്പരാണ് കാട്ടിലെ ശ്രേഷ്ഠൻ. ആരാണ്? സിംഹമാണ്. സിംഹത്തെ കാട്ടിലെ ശ്രേഷ്ഠനായിട്ട് കണക്കാക്കിയിരിക്കുന്നു. സർവേഷാം ഏവ ഭൂതാനാം. ഈ എല്ലാ ഭൂതങ്ങളും, കാട്ടിലവും നാട്ടിലവും അന്യോന്യ ഉപജീവനം. ഇവരൊക്കെ അന്യോന്യം സഹകരിച്ചുകൊണ്ടാണ് അവരുടെ ജീവനം നടത്തേണ്ടത്. ഇപ്പൊ നടത്തുന്നത് എന്നാണ്, അത് നമ്മൾ അറിയാതിരിക്കരുത്. അവർ അന്യോന്യ ഉപജീവനത്തിലൂടെയാണ്. എന്നിട്ട് പറയാണ്, എന്താ പറയണത്? ഉദ്ഭിജ സ്ഥാവര പ്രോക്ത തേഷാം പഞ്ചൈവ ജാതയ വൃക്ഷ ഗുൽമലതാവല്യ ത്വക്സാര സ്തൃണജാതയ. നോക്കൂ, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്ത് ഗംഭീരായിട്ടാണ്. ഉദ്ഭിജ സ്ഥാവര പ്രോക്ത തേഷാം പഞ്ചൈവ ജാതയ വൃക്ഷ ഗുൽമലതാവല്യ ത്വക്സാര തൃണജാതയ. ഇതിൽ സ്ഥാവരങ്ങളില്, ഈ ഇളകാത്തത് എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് സ്ഥാവരങ്ങളില്? അതിൽ 5 ജാതികളുണ്ട്. പഞ്ചൈവ ജാതയ. എന്തൊക്കെയാണ് ആ ജാതികള്? വൃക്ഷ ഗുൽമ ലതാവല്യ ത്വക്സാര തൃണജാതയ. അപ്പൊ അതിൽ വൃക്ഷം എന്ന് പറയുന്നതുണ്ട്, അതിൽ ഗുൽമങ്ങളുണ്ട്. ഇപ്പൊ ഈ വൃക്ഷത്തിൽ തന്നെ മാവ്, പ്ലാവ് എന്നൊക്കെ പറയുന്നത് ഒരു ഗണമാണല്ലോ. എന്നാൽ കവുങ്ങ്, തെങ്ങ് എന്നൊക്കെ പറയുന്നത് വേറൊരു ടൈപ്പാണ്. അപ്പോ അതുപോലെയല്ല മറ്റുള്ളത്. അതേപോലെ വള്ളിയായിട്ടുള്ളതുണ്ട്, ചെറിയ ചെറിയ പുല്ലുകളുണ്ട്, മുളയുണ്ട്. ഇതൊക്കെ ഈ തൃണവർഗത്തിൽ പെടുന്നതും കുത്തനെ പോകുന്നതും കൊമ്പുകൾ ഉണ്ടാകുന്നതും ഒക്കെ ആയിട്ട് ഇവര് ഈ വൃക്ഷങ്ങളെ, സ്ഥാവരങ്ങളെ 5 കാറ്റഗറിയാക്കി പെടുത്തിയിരിക്കുക. എന്നിട്ട് പറയാണ്, തേഷാം വിംശതിരേകാനോ മഹാഭൂതേഷു പഞ്ചസു ചതുർവിംശതിരുദ്ദിഷ്ട ഗായത്രി ലോകസമ്മത. അതിഗംഭീരമായ കൊണ്ടുപോയി ഒരു പൂട്ടല് കൂട്ടിയിരിക്കുകയാണ്. എന്ത് മനോഹരാണെന്നറിയോ? എന്താ പറയണത്? തേഷാം വിംശതിരേകോന. വിംശതി എന്ന് പറഞ്ഞാൽ 20, ഏകോന എന്ന് പറഞ്ഞാൽ ആ 20-ൽ 1 കുറവ്. എന്തൊരു മനോഹരാന്നറിയോ സംസ്കൃതത്തിന്റെ ഒരു രീതി. അപ്പൊ 20-ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? ഏകോന വിംശതി, 19. അപ്പൊ ഏകോന വിംശതിയാണ് ഇവിടെ പറഞ്ഞത്. തേഷാം ഏകോന വിംശതി മഹാഭൂതേഷു പഞ്ചസു. ഈ നേരത്തെ പറഞ്ഞ 19-ഉം ഈ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് തുടങ്ങിയിട്ടുള്ള 5 ഭൂതങ്ങളെയും ചേർത്താല് ചതുർവിംശതി 24 ആവും. ഈ ചതുർവിംശതിയെ സ്ഥാവരങ്ങളും ജംഗമങ്ങളും അടങ്ങുന്നതിനെ കൂടിയാൽ 19, അതിന്റെ കൂടെ 5 കൂടിയാൽ എന്തായി? 24 ആയി. ഈ ചതുർവിംശതിയെ എന്താണ്? ഗായത്രിയിലെ 24 അക്ഷരങ്ങളാണ്. ഗായത്രി ലോകസമ്മത. ഇത് ഗായത്രി ഇതാണ് ഗായത്രി. അപ്പൊ ഗായത്രിയിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നത് ഇതാണ്, ഈ 24-നെ. ഇനി 24-നെ എന്താണ് വേറൊരു 14-ആയിട്ട് പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ 24 ആണ് ഈ
ഗായത്രിയിൽ ഇതിനെ ബന്ധിച്ചിരിക്കുന്നു. അതുപോലെ ഈ ഗായത്രി എന്ന് പറയുന്ന 24 അക്ഷരങ്ങളുടെ ഓരോ അക്ഷരങ്ങളെ ഓം ഭൂർ ഭുവ സ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഈ 24നെ ഓരോ അക്ഷരത്തിലെ 1000 സഹസ്രമാക്കി 24 സാഹസ്രിയാണ് വാത്മീകി രാമായണം ചെയ്തത്. അപ്പോ ഗായത്രിയുടെ വലിയ വിസ്താരമാണ്, അതിൻ്റെ ഏറ്റവും വലിയ വിസ്തരിച്ച രൂപമാണ് രാമായണം. അതുകൊണ്ടാണ് രാമായണത്തിന്, വാത്മീകി രാമായണത്തിന്റെ പേര് ചതുർവിംശതി സാഹസ്രി എന്നാവുന്നത്. അപ്പൊ ഇവിടെ പറയാണ് ചതുർവിംശതിരുദ്ദിഷ്ട ഗായത്രി ലോകസമ്മത. ലോകസമ്മത എന്നാണ്, ലോകത്തിന് സമ്മതമായിട്ടുള്ള വിധത്തിലാണ്, ഈ ലോകത്തെ സമ്മതമാക്കിക്കൊണ്ടാണ് ഗായത്രിയെ ഇതിൽ വ്യാസര് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് വരുന്ന കുറച്ച് ശ്ലോകങ്ങളുണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. യ ഏതാം വേദഗായത്രീം പുണ്യാം സർവഗുണ അന്വിതാം തത്വേന ഭരതശ്രേഷ്ഠ സലോകേ ന പ്രണശ്യതി. അപ്പോ ഏതാം വേദഗായത്രീം, ഈ സർവഗുണ സമ്പന്നമായിരിക്കുന്ന ഈ വേദഗായത്രിയെ, വേദത്തിലും ഘോഷിച്ചിട്ടുള്ള ഈ ഗായത്രിയെ ആരാണ്? പുണ്യാം സർവഗുണാന്വിതാം, ഈ ഗായത്രി മന്ത്രത്തെ ശരിക്കും അറിഞ്ഞിട്ടുള്ളത് തത്വേന, ഹേ ഭരതശ്രേഷ്ഠ, സലോകേന, അവൻ ഈ ലോകത്തിൽ നശിക്കുന്നില്ല. തുടർന്ന് പറയാണ് അരണ്യവാസിന സപ്തൈഷാം ഗ്രാമവാസിന സിംഹം വ്യാക്ര വരാഹാശ്ച മഹിഷ വാരണാസ്തഥാ വൃക്ഷാശ്ച വാനരാശ്ചൈവ സപ്താരണ്യസ്മൃതാ നൃപ. അപ്പൊ ഈ 14നെ പറഞ്ഞിട്ട് ഈ 14ഉം എല്ലാം കൂടെ കൂട്ടിയിട്ടാണല്ലോ 19 ആയത്. 19ന്റെ കൂടെയാണല്ലോ ഈ ഭൂതങ്ങളെ കൂട്ടിയത്. ആ 14നെ കുറിച്ച് പറയുകയാണ്. എന്തൊക്കെയാണ് അത്? ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ആ 14 ഇവിടെ പറയാ. അരണ്യവാസിന, കാട്ടില് വസിക്കുന്നവന്മാർ എത്ര എണ്ണം ഉണ്ട്? സപ്ത, 7 എണ്ണം ഉണ്ട്. പിന്നെ 7 സപ്തൈഷാം ഗ്രാമവാസിന. അപ്പൊ ഈ ഗ്രാമത്തിൽ വസിക്കുന്നത് 7ഉം കാട്ടിൽ വസിക്കുന്നത് 7ഉം. ഈ കാട്ടിൽ വസിക്കുന്നതിനെ ഗ്രാമത്തിൽ വസിക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്നുള്ള ഒരു സൂചനയും കൂടെ ഉണ്ട്. ഇത് ഗ്രാമവാസിയല്ല, അരണ്യവാസിയാണ്. ഇതിൽ നിന്നാണ് ഈ 14ന്റെ ഒരു കളികളുണ്ട്. തത്വചിന്തയിൽ വരുമ്പോ ഇവരുടെ 14 വർഷത്തെ ഒരു വനവാസം ഉണ്ട്. ഈ രാമായണം മഹാഭാരതത്തിൽ വരുന്നുണ്ട്. ഈ മഹാഭാരതത്തിൽ തന്നെ രാമായണം ഉണ്ട്. അതെ, ഈ 14 വർഷ കാട്ടിലുള്ള പരിപാടികളും 14 ലോകങ്ങളും ഒക്കെ വളരെ രസമാണ്. ഈ 14 ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 14 ജീവജാലങ്ങളുടെ അനുഭവ മണ്ഡലങ്ങളാണ്. ഈ 14 പറയാൻ പറയാണ് ഇവിടെ. പറഞ്ഞു എന്താ പറയണത്? അരണ്യവാസിന സപ്തൈഷാം ഗ്രാമവാസിന. അതില് അരണ്യവാസികളായിട്ടുള്ള 7 പേരും ഗ്രാമവാസികളായ 7 പേരും. ആരൊക്കെയാണ് അരണ്യവാസികളായിട്ടുള്ള 7 പേരെ പറയുന്നത്? സിംഹം, വ്യാഘ്ര പുലി, വരാഹം പന്നി, മഹിഷ പോത്ത്, വാരണ ആന, പിന്നെയോ കരടി. ഇങ്ങനെ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ സിംഹം, പുലി, പന്നി, പോത്ത്, ആന, കരടി, പിന്നെ കൊരങ്ങൻ, വാനരൻ, കൊരങ്ങൻ. ഇവര് 7 ആൾക്കാര് ഇത്രയാണോ കാട്ടിലുള്ളതെന്ന് ചോദിച്ചാൽ അത്രയല്ല. ഇവര് പ്രധാനികളാണ്. ഇവരുടെ ഉപവിഭാഗങ്ങളായിട്ട് വരും മറ്റുള്ളതൊക്കെ. ആ ഫാമിലിയിൽ പെടുത്താം നമുക്ക് പലതിനെയും. അപ്പൊ ഇതിനൊക്കെ ഒരു ഗുണമുണ്ട്. ഇതിൽ നിന്നാണ് മറ്റു പലതും രൂപപ്പെട്ടത്. ഇപ്പൊ നമ്മുടെ പൂച്ചയൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പലതിൽ നിന്നൊക്കെ ഉള്ള ഉപവിഭാഗങ്ങളാണ്. കുറെ കാര്യങ്ങൾ ഇനിയും നമ്മുടെ ഇതിൽ എന്താ പറയാ ഗണത്തിലുണ്ടാവാം. പക്ഷെ അവർ 7 എണ്ണത്തിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ടതാണ്. ഇവരേറ്റവും പ്രധാനപ്പെട്ട ആളുകളുമാണ്. അപ്പൊ ഇവരാരാണ് എന്ന് ചോദിച്ചാൽ കാനനവാസികളാണ്, അരണ്യവാസികളാണ്. ഇനിയോ ഏതേ ഗ്രാമ്യ സമാഖ്യാതാഹ പശവ സപ്തസാധുഭി ഏതേ വൈ പശവോ രാജന് ഗ്രാമ്യാരണ്യാശ്ചതുർദശ.
ഇനി നമ്മുടെ നാട്ടിൽ ഉള്ള ഗ്രാമ്യങ്ങളായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പശു, ആട്, ചെമ്മരിയാട്, മനുഷ്യൻ, കുതിര, കോവർ കഴുത, കഴുത. അപ്പൊ ഇത്ര എണ്ണമാണെങ്കിൽ എന്താണ് ഇതില് 7 എണ്ണം ഗ്രാമവാസികളും 7 പേര് ഈ പറഞ്ഞ കാനനവാസികളുമാണ്. ഭൂമൗച്ച ജായതേ സർവം ഭൂമൗ സർവം വിനശ്യതി ഭൂമി പ്രതിഷ്ഠാ ഭൂതാനാം ഭൂമിരേവ പരായണം. ഭൂമിയുടെ മഹത്വം പറയാണ്. ഭൂമൗച്ച ജായതേ സർവം, സർവം ജായതേ ഭൂമൗ, എല്ലാം ഈ ഭൂമിയിലാണ് ജനിച്ചിട്ടുള്ളത്. ഭൂമൗ സർവം വിനശ്യതി, എല്ലാറ്റിൻ്റെയും അവസാനവും ഈ ഭൂമിയിലാണ്. ഭൂമി പ്രതിഷ്ഠ ഭൂതാനാം, ഈ ഭൂതങ്ങൾക്കൊക്കെ പ്രതിഷ്ഠയായിരിക്കുന്നത് ഭൂമിയാണ്. ഇവർ ഈ ഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഈ അടി കൂടുന്നത് എന്ന് പറയാം. ഭൂമിരേവ പരായണം, ഭൂമി തന്നെയാണ് എല്ലാവർക്കും നിലനിൽപ്പിനും ആശ്രയമായിട്ടുള്ളത്. യസ്യ ഭൂമിസ്തസ്യ സർവം ജഗസ്ഥാവരജംഗമം തത്രാധികൃദ്ധാ രാജാനോ വിനിഘ്നന്തി തരേതരം. അപ്പോ ആരുടെ യസ്യ ഭൂമിഹി തസ്യ സർവം, ആർക്ക് അധീനമാണ് ഭൂമി? അവർക്ക് അധീനമാണ് ഇതെല്ലാം. അപ്പൊ ആരുടെയാണ്? നമ്മുടെ ആരുടെങ്കിലാണോ ഭൂമി? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ കൊച്ചു പുസ്തകം വായിച്ചാൽ മതി, മനസ്സിലാവും ആരുടെയാണ്. ഇങ്ങനെ നമ്മള് ഈ ആനയെ കൊണ്ടുവന്ന് പനിനീര് തളി ആന എന്ന് പറയലും ഈ പറഞ്ഞ വെക്കട വെടി എന്ന് പറയലും ഒക്കെ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവും എന്ത് മനോഹരമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. ആരൊക്കെയാണ് ഇതൊക്കെ? ആരൊക്കെയാ ഇതിലൊക്കെ? ആർക്കൊക്കെയാ എന്തൊക്കെയാ സംഭവിക്കാൻ പോണത്? നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്ന സമയത്ത് ഇതിന്റെ അവകാശികൾ ആരാണ് യഥാർത്ഥത്തില്? ഈ പറഞ്ഞ ദുര്യോധനോ പാണ്ഡവന്മാരോ ഒക്കെ ആണോ? ഇവർക്കൊക്കെ ഇതിന്റെ ഒക്കെ അവകാശികൾ വേറെ ആളുകളാ. നിങ്ങൾ ഈ തമ്മിൽ അടി ഉണ്ടാക്കുന്നതിലല്ല വലിയ കാര്യമുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.